പേര് ഷാജി. പെരുവഴി കൊടമുക്കിലാണ് എൻ്റെ വീട്. 52 വയസ്സായി. എൻ്റെ കുഞ്ഞിലെ മുതലേ ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പുറത്ത് കൊല്ലത്ത് കുണ്ടറയൊക്കെ താമസം. കാരണം അട്ടപുഴു, വനം കൊണ്ടുള്ള ശല്യം, പിന്നെ മൃഗം. എൻ്റെ കൂടെ ജീവിതം പഠിച്ച് സൂര്യൻ എന്ന് പറഞ്ഞാൽ അവരും കൂടി ആന ചവിട്ടിക്കൊണ്ടേ എൻ്റെ ഒരു ബന്ധു കൂടാ. ഈ മൃഗങ്ങൾ പണ്ട് എൻ്റെ ഒരു 30-35 വയസ്സ് കാലത്തൊന്നും ഈ നാട്ടിൽ ആനയെ മൃഗം ഒരു അണ്ണാനെ കാണാൻ ഞങ്ങൾ അഞ്ചടി പോകണം. കാട്ടിൽ ഞങ്ങളുടെയൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ വീട് പുൽപ്പര, എൻ്റെ നല്ല ഈ പെരുവഴി കൊടമുക്കിലെ ഗ്രാമത്തിലെ 50 വീടും പുൽപ്പരയായിരുന്നു. ഈ കാട്ടിൽ നിന്ന് ഞങ്ങൾ പുല്ലറുത്തിട്ടുള്ളത്. ചുമന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് പുല്ല് മേഞ്ഞ് അത് സുഖമായിരുന്നു. ഇല്ല, ഇപ്പം സർക്കാർ ഞങ്ങൾക്ക് വീടൊക്കെ തരുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇല്ല. ആന എന്തുകൊണ്ടായി നാട്ടിൽ ഇറങ്ങുന്നേ എന്ന് ചോദിക്കണം. ഇത് കണ്ടം വെച്ചെന്ന് പറയും. ഇവിടുന്നൊക്കെ ഒത്തിരി പേര് പോയി. പിന്നെ ഞങ്ങളെ പോലെ ഗതികെട്ടവര്. ഞാനിപ്പം കൊല്ലത്ത് പണിക്ക് പോകുന്നു, എന്നാലും വന്നല്ല പറ്റൂ. എൻ്റെ വീട് സ്ഥലം ഞാൻ കൊണ്ട് കാണിക്കാം. ഒരു പച്ചയറമ്പ തോട പറയപ്പെടുന്ന എൻ്റെ വീടിൻ്റെ അഡ്രസ്സ്. ഒരാഴ്ചയൊക്കെ എൻ്റെ അയ്യത്ത്. പക്ഷെ അതിനെ നാരങ്ങ അല്ലേ, അത് കശയ്ക്ക് ഉടച്ചിട്ട് എറിയണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പണ്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ തോട്ട് വെച്ച് അടക്കം കെട്ടി അന്നേരം പോകും. ഇപ്പം അതുപോലും ഓവറില്ല, അത് ബോംബായി പോയി, പെരുദോഷം. അപ്പം അതുകൊണ്ട് പണ്ട് തോക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വല്ലവനൊക്കെ വേട്ട ആ ലൈസൻസ് തോക്കെല്ലാം തിരിച്ചെടുത്ത്. അതിൻ്റെ ഈ അനുഭവം വന്നേ. ഈ കാടിന് തീ വീണാൽ ആനയ്ക്ക് ഉൾക്കാട്ടിൽ തീറ്റിയുണ്ട്. ഈ കാട്ടില് തീറ്റ പറഞ്ഞ കാര്യം എന്തുവാ? തീ ഇല്ലാത്തതുകൊണ്ട് പോച്ച കിളിക്കും, പുല്ല് കിളിക്കും. കിടക്കുന്നതിനെ കാട്ടി പുത്തം പുല്ലാ കിളിച്ചു വരുന്നത്. പോച്ചയായാലും അവർക്ക് തിന്നാനുള്ള സാധനമുണ്ട്, കാലയിലടിച്ചു അവര് വായിട്ട് വയറ് കറിക്കും. ഇത്രയും കാലത്ത് കരിയില്ല, അവിടെ പോച്ച കിളിക്കത്തില്ല, ഒരു വിത്ത് മുളയ്ക്കത്തില്ല. അനി അവിടെ കരിമ്പ് കൊണ്ട് വെച്ചാൽ പോലും എല്ലാരും പറയുന്നത് കരിമ്പ് വെക്കണം, കുരങ്ങിന് പേര വെക്കണം, ആപ്പിൾ നട്ടു, ഫലമില്ല. കാട്ടുതീ വീണാൽ ഓക്കെ, അവിടെ പോച്ച ഉണ്ടായിരിക്കും. 6 മാസം ഞാൻ വെച്ച് കാണിച്ചു തരാം. കറക്റ്റായിട്ട് കാടിന് തീ വീണാൽ ആനയ്ക്ക് അല്ല എല്ലാ മൃഗത്തിനും. പിന്നെ പുലിയൊന്നും നിവൃത്തിയില്ലല്ലേ തിന്നും. കടുവ നിവൃത്തിയില്ലെങ്കിൽ വാ തുറന്ന് കിടക്കും, ഈച്ച തിന്നും. അങ്ങനെയുള്ള കഥയുണ്ട്. വാവോട്ട് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പെരുവഴി പച്ച ഡാമിൽ മാത്രമേ വെള്ളമുള്ളൂ. അതിന് വെള്ളം കുടിക്കണ്ടേ? ഈ പെരുവഴി ഞങ്ങളുടെ തൊട്ടുമേളി. ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവന് എന്തെങ്കിലും പേരെ ഇറക്കണ്ടേ? വെള്ളം കുടിക്കാനില്ല. അതിന് സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു അത്യാവശ്യം തോടുണ്ട് അവിടെ. ഡാം പോലെ ഈ പെരുവഴി പച്ച കെട്ടിയ പോലെ കെട്ടിയാൽ ഈ വ്ലാവോട്ടുപാറയിലും ആന അവിടെ വയ്ക്കും. വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇല്ലാത്തടത്തിട്ടാ. മലയെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടാ വെള്ളം ഒഴുക്ക്. എൻ്റെ പേര് അശോകൻ എന്നാ. ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇവിടെ താമസിക്കുന്ന. എനിക്കിപ്പോൾ 61 വയസ്സായി. ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഈ മൃഗം എന്ന് പറയുന്ന ഒരു സാധനത്തെ കണി കാണാനില്ലായിരുന്നു. അപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ തേക്ക് ഉദാഹരണം, അതൊരു 60 കൊല്ലത്തിന് പഴക്കമുള്ള ഒരു തേക്കാണ് ആ മുന്നേ നിൽക്കുന്നത്. ആ തേക്കിനെ അതിൻ്റെ കണക്ക് വെച്ച് നോക്കിയാലും ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരുടെ കണക്ക് വെച്ച് നോക്കിയാലും ഈ പഴക്കങ്ങളൊന്നും ഓർക്കണം. ഇപ്പോഴുള്ളവർ പറയുന്നത് ഇത് മൃഗത്തിൻ്റെ സ്ഥലമാണ്, ഈ വനമെന്നാണ് പറയുന്നത്. കാട്ടിൽ നമുക്ക് കയറി യാതൊരു വിധമായ ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. പണ്ട് ഈ പിന്നെ കൃഷി ചെയ്യുന്നതിന് തോലുകളും പിന്നെ അതുപോലെ കൊടികിടുന്നതിന് ഈറകളും ഒക്കെ വെട്ടാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. പരിസരവാസികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരു സ്വാതന്ത്ര്യമില്ല. കൃഷി ചെയ്യുന്ന നമ്മൾ ഒരു കൃഷി പോലും കിട്ടത്തില്ല. തെങ്ങയിലെങ്ങും ഒരു തേങ്ങയില്ല. മലയണ്ണാൻ വന്ന് മൊത്തം അത് സങ്കടം വരുമോ രാവിലെ വന്നിട്ട് കാണുമ്പോൾ. അതുപോലെ തന്നെ കുരുമുളക് കൊടികൾ മൊത്തം നശിപ്പിച്ച് ഈ പ്ലാവ് അതിൻ്റെ കൊമ്പുകൊണ്ട് കുത്തിപ്പറിച്ച്, അതുപോലെ കുറേ മഹാഗണി നട്ട് അതിൻ്റെ തൊലി മൊത്തം ഇരിച്ചിരുന്നു. അതെല്ലാം ഉണങ്ങി ഒടിഞ്ഞു വിടുകൊണ്ടിരിക്കുക. പിന്നെ റബ്ബറിൻ്റെ പട്ടയെല്ലാം കുത്തിക്കയറുന്നു. എന്ത് ചെയ്യാനും പന്നിയാണെ ഭയങ്കര. ആന അയലിലിറങ്ങി ഫെൻസിങ് 2,50,000 മുടക്കി സ്വന്തമായിട്ട് ഫെൻസിങ് വലിച്ചിണക്കി. ആ വയലിനകത്ത് കുറെ അടയ്ക്കാമര ഉണ്ടായിരുന്നു, വാഴയുണ്ടായിരുന്നു, പിന്നെ അതുപോലെ അൽപ്പീസ നട്ടായിരുന്നു. മൊത്തം ചാവിട്ടി ഓടിച്ച് പണയെല്ലാം ഇടിച്ച് പിന്നെ ഫെൻസിങ് വരെ നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് ഇത്രയ്ക്ക് വലിയ ദോഷങ്ങളാണ് ഈ മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ശല്യം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ മൃഗങ്ങള് ഓരോരുത്തരായിട്ട് ഇതിനെ നമുക്ക് വേട്ടക്കാരുണ്ടായിരുന്നു. അവരവരെ ഓരോ മൃഗങ്ങളെയും അങ്ങനെ കൊല്ലുന്ന പരിപാടിയാണോ എന്തുവാന്നറിയത്തില്ല, കുറവായിരുന്നു മൃഗങ്ങൾ. ഇപ്പോഴും അതല്ല, മൃഗങ്ങൾ പെരുകി. ജനങ്ങൾക്ക് ഇപ്പം എങ്ങോട്ടും ഇറങ്ങാനൊക്കെ സ്ഥിതി. ഇപ്പോഴത്തെ തന്നെ രാത്രി ഇപ്പം ഞാൻ നേരത്തെ അങ്ങ് പോവുക. ഇപ്പം ഞാൻ നേരത്തെ വൈകിട്ടാണ് പോകുന്നത്. ഇവിടെ അയ്യത്ത് പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ പ്രഭുപുരം താമസിക്കുന്നത്.
അപ്പൊ ഈ കൃഷിക്ക് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം 5 മണിക്കാണ് ഇപ്പൊ ആനയും മൃഗങ്ങളെയും പേടിച്ച് ഞാനിപ്പോ നേരത്തെ അങ്ങ് പോവാണ്. ഇപ്പൊ കുരുമുളക് പറിക്കാൻ ആളില്ല, ഒരു മനുഷ്യനും ഇല്ല. ഭയങ്കര നഷ്ടം തന്നെ കൃഷി ചെയ്ത് ജീവിക്കാനേ. കൃഷി എന്ന് പറയുന്ന സാധനമില്ല ഇപ്പം. ആൾക്കാർ വാടകയ്ക്ക് വേറെ സാധനം മാറി പോയി. ഇവിടെ ഒരുപാട് പേര് പോയി. ഇവിടെ ആരുമില്ല, വാടകക്കാർ പോലും കിട്ടുന്നില്ല. സ്ഥലം ആർക്കെങ്കിലും കൊടുക്കാൻ, ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും വേണ്ട, ആർക്കും വിൽപ്പനയില്ല. പിന്നെ എന്ത് ചെയ്യും ഇനി? ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആ പുള്ള് കൃഷിയായിരുന്നു ഇവിടെ, ഈ ഏക്കർ കണക്ക് കൃഷിയാണ്. ചേന, ചേമ്പ്, ചീനി, ഇതെല്ലാം ഇപ്പം പൊന്നുമല കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് ഇല്ല സ്വർണം കൊണ്ടുപോകുന്ന തൂക്കി പിടിച്ചോണ്ടാ പോകുന്നത്. ഒരു ചീനിയൊക്കെ ഞാൻ ചീനി വാങ്ങിച്ചാണ് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്ത് ഓരോരുത്തർക്ക് ഫ്രീ ആയിട്ട് 50 രൂപയുടെ ചീനിക്ക് വരുന്നവന് അന്ന് 10 രൂപ 5 രൂപ കൊടുത്താൽ ചീനി 1 കിലോ ചീനി കിട്ടുമായിരുന്നു. അത് ചീനി 1 കിലോയ്ക്ക് വരുന്നതിന് 3-4 കിലോ ഒരു 3 പിടുത്തം കൊടുക്കുമായിരുന്നു. ആ കാലമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നമ്മളും ചീനിയും ചേമ്പും ചീനിയും എല്ലാം മതി. ആനയുടെ ശല്യം ഭയങ്കര ശല്യം. ആനതാണ്ട് ഇപ്പൊ അവിടെ നിൽപ്പുണ്ട്, അലിമുക്കിന്റെ അടുത്ത്. ഇന്നലെ ബാലുതുണ്ടിൽ കട നടത്തുന്ന അജി എന്ന് പറയുന്ന രാവിലെ എന്നോട് പറഞ്ഞു, അണ്ണാ ഞാൻ കാട്ടി നിൽക്കുന്നു, ഇപ്പൊ ഞങ്ങൾ പോയി കണ്ടു വരുവാന്ന്. അവര് തൊട്ട് വീടിന്റെ മേളില് പന്മള. അതുപോലെ ആനയും മറ്റുള്ള മൃഗങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എന്ത് ചെയ്യാനൊക്കെ ആ പടക്കം ആ പന്മള അമേളില് അവിടെ ആനയുണ്ട്. ഇപ്പം അവര് പറയുന്നത് ഈ കാട്ടി മാത്രം ആന വസിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്ത് ഇപ്പം നാട്ടിലോട്ട് ഇറങ്ങിയിരിക്കുക. ആനയ്ക്ക് തിന്നാൻ വല്ലതും വേണ്ടേ, മൃഗങ്ങൾക്ക് തിന്നാൻ വല്ലതും വേണ്ടേ കാട്ടിൽ? അതുപോലെ അൽപ്പീസ, യൂക്കാലി, അതുപോലെ മാഞ്ചി, ഈ കുന്നൊക്കെ നട്ടുപിടിച്ചതിന്റെ കീഴിലൊന്നും ഒരു സാധനമില്ല. പണ്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിലോട്ട് ഞങ്ങൾ കയറിയ, ഞങ്ങൾ ഈ ഷാജി ഉൾപ്പെടെ ഞങ്ങൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെല്ലാം സാധനങ്ങളാണ് പറിച്ചിരുന്നത്. വെട്ടിപ്പഴം, ഊട്ടിപ്പഴം, പിന്നെ ഇന്ന് വേണ്ട സർവ്വ പഴവർഗ്ഗങ്ങളും. ഈ ഒരു സാധനം ഇവിടെ ഇല്ല. ഇതെല്ലാം വെട്ടിയിട്ട് അൽക്കേഷ, യൂക്കാലിയും പിന്നെ കുറെ പുഴുണ്ട്. പുഴു കടിച്ചാണ്ട് ഇത് കണ്ടോ, കാലെല്ലാം കണ്ടോ, അട്ട കടിച്ചാ ഇതെല്ലാം കണ്ടോ. വീട്ടിൽ നിന്ന് വരരുത്. അട്ട അടിച്ചാണ്ടല്ലോ. അല്ല ഇത് കടിച്ച് ചോര കുടിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാന് ഇതിപ്പം മൊത്തം പിന്നെ ആരോട് പരാതി പറഞ്ഞു, വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വരരുത്. ഒന്നാമത് ഷുഗർ കൊണ്ട് ഞാൻ 24 കൊല്ലം KSRTC ജോലി ചെയ്ത ആളാണ്. ഇവിടെ നിന്നാ പോയി നിന്ന് ജോലി ചെയ്തത്. അന്നൊക്കെ ഏത് പാതിരാത്രിക്കും വരാം. ഞങ്ങൾ അലിമുക്കിൽ നിന്നൊക്കെ ഉച്ചനാൾ മുതൽ നടന്നു വന്നിട്ടുള്ളത്. ഈ മൃഗങ്ങൾ പെരുകിയിട്ടുണ്ട്. അപ്പം പഴയ കാലമല്ല ഇപ്പോൾ. പണ്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയണ്ണാനെ കണ്ടിട്ടില്ല. ശബരിമല പോയവിടെ മലയണ്ണാനെ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നാടെ വീട്ടിൽ ഇതാണ്. ഇപ്പൊ നോക്ക്, തെങ്ങിന്റെ ചോട്ടി കിടക്കുന്ന വെള്ളയ്ക്കുണ്ടോ കുരങ്ങ്. ഒരു 500 കുരങ്ങാണ് വരുന്നത്. ഒരു കുരങ്ങല്ല, 500 എണ്ണം വന്നു കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? തെങ്ങയിലെ മൊത്തം കരിച്ചു പിടിച്ചോണ്ടോ അവന്റെ സ്വന്തം വക പോലെ അവൻ കൊണ്ടുവന്നത്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയുമ്പോഴേ മേളിലിരിക്കുന്നവർ പറയുന്നത്, ഈ മേളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ എന്റെ പ്രായം പോലും കാണത്തില്ല. ഇപ്പോഴും ഇവർ ഉദ്യോഗസ്ഥരാണ് ഇവിടെ. അവര് പറയുന്നത് ഇത് മൃഗങ്ങളുടെ സ്ഥലമാണ്, ഇതിപ്പോ മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കും. ഞങ്ങൾ വിട്ടുകൊടുത്തേച്ച് കൊണ്ട് പോയി 15 ലക്ഷം രൂപ ഇപ്പൊ സർക്കാർ കൊടുക്കുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ പല ഭാരം വിട്ടു. ഈ 15 ലക്ഷം രൂപയും കൂടെ എന്തോ വാങ്ങിച്ച് എവിടെ വഴി വെക്കും? ഈ തോടുകളില് ഞാൻ ഈ ഷാജിക്കൊക്കെ അറിയാം. ഞങ്ങൾ ഈറവെട്ടാനും അവിടെ കാട്ടി കയറുമ്പോൾ ഈ തോടുകളിൽ നല്ല ഉറവകളും ഉണ്ടായിരുന്നു. അത് തോന്നി ആ വെള്ളം കുടിക്കുക. രുചി എന്ന് പറഞ്ഞാൽ പ്രത്യേക രുചിയാണ്, ഒരു അരുചിയില്ലാതെ അങ്ങനെ കുടിക്കുന്ന കാലമായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. പരിസ്ഥിതിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റായ പ്രവണതയായി. മാഞ്ചിയം വെട്ടുന്നില്ല, യൂക്കാലി പ്ലാന്റ് ചെയ്ത് അത് വെട്ടുന്നില്ല, യാതൊന്നും വെട്ടുന്നില്ല. ഇതെല്ലാം കിടന്ന് ഇത് കാടിന് തീ വീണാൽ ഈ ആനയ്ക്കും മറ്റുള്ള പിന്നെ മൃഗങ്ങൾക്കൊക്കെ എല്ലാം പുല്ല് കിളിക്കും. ഇത് കിളിക്കത്തില്ല. ഈ മാഞ്ചിയത്തിന്റെ അൽക്കിഷയുടെ ഒരു കുന്തം കളിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ കാണിച്ചു കൂട്ടുന്ന എന്താണെന്നൊന്നും അറിയത്തില്ല. അവര് പറയുന്ന ഇപ്പൊ പുതിയ സാധനം, ഈ സാധനം വെട്ടിയഴിക്കുക എങ്കിൽ അവർക്ക് കുറെ തൊഴിലാളികൾക്ക് ജോലിയാകും. ഇതുമില്ല. ഇതിപ്പം തൊഴിലാളികൾക്ക് പോലും ഒരു പ്രയോജനമില്ല. ഇപ്പൊ എത്രയോ വർഷമായി ഈ അൽക്കേഷ്യ, ജൂക്കാലി നട്ടുപിടിപ്പിച്ചിരുന്നത്. അത് വെട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ഈ തൊഴിലാളികളല്ല ഇപ്പം ഈ കൊച്ചുപിള്ളേരുൾപ്പെടെ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോവുക. അവർക്ക് ജോലിയില്ല. ഇവിടെ കേരളത്തിൽ ജോലിയില്ല, ഇന്ത്യയിൽ ജോലിയില്ല. പിന്നെ എന്ത് ചെയ്യും? മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ തേക്ക് ഇതുകൊണ്ടുണ്ടോ, ആ തേക്ക് ഉണ്ടോ, എന്റെ കൊച്ചുനാളില് ഞങ്ങൾ അതിൽ കയറി ജനുവരി പൂ പറിക്കുമായിരുന്നു. ആ തേക്ക് ഇപ്പോഴും അങ്ങനെ നിൽക്കുക. വരുന്നവരെല്ലാം അതേ ഒരു കൊത്തുമായിരുന്നു. അതിന്റെ വളർച്ച അങ്ങനെ മുരടിച്ച് അങ്ങനെ നിൽക്കുക. ഇതിന് ആ തേക്കിന് ഇപ്പം ഒരു 75 വർഷമായാലും പഴക്കം കാണും. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം കൊണ്ടുപോയി കയറുമായിരുന്നു. ആ തേക്ക് ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കുക. ആ ഒരു തേക്കേ ഉള്ളു അവിടെ ഇങ്ങനെ. ഇത് 70 കൊല്ലത്തിന് പഴക്കണം. എനിക്കിപ്പോ 60 വയസ്സ് കഴിഞ്ഞ്. അപ്പൊ അന്നും ഈ തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ അതുപോലെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത് താണ്ട ഈ മരത്തെ കായ ഉണ്ടാകുമായിരുന്നു. അലിമുക്ക് അച്ചൻകോൽ റോഡില് നിൽക്കുന്ന തേക്ക്. തേക്ക് 70 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് ഈ തേക്ക്. ഇങ്ങനെ തന്നെ നിൽക്കുക. ഇവിടെ എല്ലാം തേക്ക് പ്ലാന്റ് ആയിരുന്നു മൊത്തം.